ഹായ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കൗട്ടും മദ്യപാനവും. ഇന്നലെ എന്നോട് ഫ്രണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഏതോ റീല് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി കലോറി 2000 കലോറീസ് ആണ്. അപ്പോൾ ഞാൻ ഈ 2000 കലോറീസിൽ വെള്ളടിയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ 2000 കലോറീസ് കൂടുതൽ പോകുന്നില്ല. ഞാൻ മദ്യവും കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. എൻ്റെ 2000 കലോറീസ് ആണ്. ആ കലോറീസ് ആകുമ്പോൾ എൻ്റെ ഫാറ്റ് ബേൺ ആവത്തില്ലായിരുന്നു. പക്ഷേ അവൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ ഞാനത് വന്നിരുന്ന് വൈകിട്ട് കുളിച്ചോ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയും ഒക്കെ നോക്കിയൊന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ കാര്യം മനസ്സിലായി. അതായത് ഈ 2000 കലോറീസിൽ അവന് എല്ലാം ഉൾപ്പെടുത്തുക, അവൻ്റെ ഫുഡ് അടിയും വെള്ളമടിയും ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ തടി കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല. മദ്യപാനം ശരീരത്തിന് ഭയങ്കര കേടാണ്. ഈ മദ്യപാന ഫാറ്റ് അവൻ്റെ ശരീരത്തിലുള്ള ഫാറ്റ് ലോസ് ചെയ്യുന്നത്, നമ്മൾ നോർമൽ മദ്യപിക്കാത്ത ഒരാൾ ഒരാഴ്ച കൊണ്ട് ഫാറ്റ് ബേൺ ചെയ്യുന്ന അവന് 2-3 ആഴ്ച വേണ്ടി വരും ആ ഫാറ്റ് ബേൺ ചെയ്ത് അവൻ്റെ തടി കുറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, അതായത് ഈ ആദ്യം നമ്മളെ ശരീരത്തിൽ എപ്പം മദ്യപിച്ച് കഴിഞ്ഞാലും ആദ്യം നമ്മളെ ശരീരം ഈ ആൽക്കഹോളിനെ പുറന്തള്ളാനാണ് നോക്കുക. ആ സമയത്ത് നമ്മൾ ഫാറ്റ് ബേണിങ് അവിടെ പോസ് ചെയ്ത് വെക്കും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ആൽക്കഹോളിനെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് പുറന്തള്ളിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫാറ്റ് ബേണിങ് സ്റ്റാർട്ട് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, നമ്മളെ സ്ലീപ്പ് ക്വാളിറ്റീനെ ബാധിക്കും. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റും ഇതൊക്കെ പോകുന്ന കുറച്ച് കുറയും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വെള്ളമടിച്ച് കഴിഞ്ഞാലൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന പല പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ ഫുഡ് കഴിക്കുക, അതൊക്കെ പിന്നെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് പോകും. അതുകൊണ്ട് വെള്ളം ഒന്നും അടിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, അടിച്ച് പൊളിച്ച് സെറ്റാക്കുക.